പരിവാഹൻ വെബ്സൈറ്റിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തവർക്ക് മാത്രമേ ഇനി മുതൽ വാഹന പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ലഭിക്കൂ. ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. പരിവാഹൻ വെബ്സൈറ്റ് വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും പുക പരിശോധനാ കേന്ദ്രങ്ങൾ വഴിയും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. കെ സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ടുണ്ട്. സ്റ്റെഫിൻ, ഇപ്പോൾ ഈ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്ന ഈ ഒരു പുതിയ പരിഷ്കാരം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ത് കാര്യങ്ങളാണ് സുഗമമാവുക? ഇതിനുള്ള ഒരു കാലപരിധിയൊക്കെ ഉണ്ടോ? അക്ഷയ, സാധാരണഗതിയിൽ ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ ആർടിഒയുടെ മുന്നിലേക്ക് മറ്റൊരു ആവശ്യത്തിനായി ആ വാഹനം എത്തണമെങ്കിൽ 15 വർഷം എടുക്കും. കാരണം ഒരു വാഹനത്തിന്റെ കാലാവധി 15 വർഷമാണ്. റീടെസ്റ്റ് അപ്പോഴാണ് നടക്കുക. അതിനിടയ്ക്ക് ഒരു വാഹനം ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം നടത്തുകയോ മറ്റോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വാഹനത്തെ ട്രേസ് ചെയ്യണമെങ്കിൽ അത് ആരാണ് ഓടിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. അതിന് ഏറ്റവും പ്രധാനം ഈ പരിവാഹൻ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ വാഹനത്തിന്റെ RC ബുക്കിൽ കൃത്യമായി മൊബൈൽ നമ്പർ അല്ലെങ്കിൽ മറ്റുള്ള വിവരങ്ങളെല്ലാം വേണം എന്നുള്ളതാണ്. പല വാഹനങ്ങളും ഇപ്പോൾ നിരത്തിൽ ഓടുന്ന വാഹനങ്ങളുടെ ഉടമകൾ അവരുടെ മൊബൈൽ നമ്പർ ഒന്നും തന്നെ ഇപ്പോൾ പരിവാഹൻ സൈറ്റിൽ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ കയ്യിലില്ല. അത് തിരിച്ച് അത്തരത്തിൽ നമ്പറുകൾ കളക്ട് ചെയ്യുന്നതിന് ആരാണ് കൃത്യമായി ഉപയോഗിക്കുന്നത് എന്നൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ 6 മാസം കൂടുമ്പോൾ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും എടുക്കണം. അപ്പോൾ അതിന്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു നിയമവും കൂടി വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ അവിടെ അപ്ഡേറ്റ് ആവുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിൽ വാഹനത്തെ കണ്ടെത്താനോ അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ആ ഉടമയുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി കണ്ടെത്തുന്നതിനും വെബ്സൈറ്റിലേക്ക് മാറ്റുന്നതിനും വേണ്ടി കഴിയുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് ഏതായാലും ആ നിയമം ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. നാളെ മുതൽ ഏതായാലും പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് എടുക്കുന്നവർ കൃത്യമായ മൊബൈൽ നമ്പർ നൽകണം. OTP അനുസരിച്ചായിരിക്കും ആ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക. എന്നാൽ മാത്രമേ പുക പരിശോധന സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. ഏതായാലും കൂടുതൽ സുരക്ഷയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് മോട്ടോർ വാഹന വകുപ്പ് പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പുക സർട്ടിഫിക്കറ്റിന് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അതിന് ഉള്ള സമയം നാളെ മുതൽ അതിനുള്ള സമയമുണ്ട്. നാളെ മുതൽ അപ്ഡേറ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കണമെന്നുള്ളതാണ്. കെ സ്റ്റെഫിനാണ് വിശദാംശങ്ങൾ നൽകിയത്.